മാറ്റങ്ങളുമായി എമ്പുരാന്റെ പുതിയ പതിപ്പ് തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ ആർടെക് മോളിലാണ് ആദ്യമായി ചിത്രം റീ എഡിറ്റഡ് വേർഷൻ പ്രദർശിപ്പിച്ചത്. വിവാദങ്ങൾക്ക് പിന്നാലെ ചിത്രത്തിൽ 24 സീനുകളാണ് വെട്ടിയിട്ടുള്ളത്. നവമി ദിനേശ് തന്നെ വിവരങ്ങൾ നൽകും. നവമി, ഇന്നലെ രാത്രി പുതിയ എമ്പുരാൻ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. കൊച്ചിയിലേക്ക് രാവിലെ 9 മണിയോടെ എത്തിക്കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ ഒരു പുതിയ തിരക്ക്, ഈ നല്ല തിരക്കായിരുന്നു. നമ്മൾ ആദ്യ ദിവസമൊക്കെ സംസാരിക്കുമ്പോൾ നല്ല തിരക്കായിരുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെ മാറ്റം ഉണ്ടാക്കിയെന്ന് കാണാൻ രണ്ടാമതും കുറെ പേർ വരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും ശ്രീജ, അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. കാരണം എമ്പുരാൻ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് സിനിമ ഇതിനോടകം തന്നെ വലിയ സക്സസ് ആണ്. 200 കോടി കവിഞ്ഞു അതിന്റെ കളക്ഷൻ. ഇനി എന്തായാലും വെട്ടിയ ഭാഗം കാണുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ എത്തുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഇതിൽ വരുത്തിയ മാറ്റമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ടാകും. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി തന്നെ കൊച്ചിയിലെ വിവിധ തിയേറ്ററുകളിൽ ഈ വെട്ടിമാറ്റിയ പുതിയ പതിപ്പ്, റീ എഡിറ്റഡ് പതിപ്പ് പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോഴും വലിയ തിരക്കാണ്, ഹൗസ്ഫുള്ളാണ്. വരും ദിവസങ്ങളിൽ അത് തന്നെ തുടരുമെന്നാണ് അണിയറ പ്രവർത്തകരും പ്രതീക്ഷിക്കുന്നത്. വിവാദങ്ങളൊക്കെ ഏതാണ്ട് കെട്ടടങ്ങിയ മട്ടാണ്. ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹപ്രകാരം ചില സീനുകളൊക്കെ വെട്ടിമാറ്റിയിട്ടുണ്ട്. ഇനിയൊരു പ്രശ്നങ്ങളിലേക്ക് പോകണ്ട എന്നൊരു നിലപാടിൽ തന്നെയാണ് ഈ സംഘപരിവാർ അനുകൂലികൾ ഉൾപ്പെടെ നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും മൗനം തുടരുന്നത് മുരളി ഗോപിയുടേതാണ്. അത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ്. കാരണം മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇതുവരേക്കും അദ്ദേഹം ഷെയർ ചെയ്തിട്ടില്ല. അതിനുശേഷം അദ്ദേഹം ഇത് മുബാറക്ക് വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിൻ്റെ താഴെയുമൊക്കെ നമുക്ക് നിരവധി കമൻറ്റുകളും കാണാം. എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ പോലും പ്രതികരിക്കാൻ തയ്യാറല്ല, ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. എമ്പുരാൻ വെട്ടിമാറ്റിയതിൽ മുരളി ഗോപിക്ക് അതൃപ്തി ഉണ്ടെന്ന് ചില അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്നവർ വ്യക്തമാക്കുന്നതുമുണ്ട്. പക്ഷേ ആന്റണി പെരുമ്പാവൂർ ഇന്നലെ പറഞ്ഞത്, അങ്ങനെ ഒരാൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ഈ സിനിമയുടെ മാറ്റം, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയില്ല. അങ്ങനെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായിട്ടുള്ളൊരു തീരുമാനമാണ് ഇതെന്നാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം എമ്പുരാൻ മൂന്നാം ഭാഗവും ഉണ്ടാകും എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഇനി പൃഥ്വിരാജിനും ഇതേ അഭിപ്രായമാണോ? മോഹൻലാലിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്നും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അതൊക്കെ വരും മണിക്കൂറിൽ ചിലപ്പോൾ അവരുടെയൊക്കെ പ്രതികരണം ഉണ്ടായേക്കും. എന്തായാലും 25 സീനുകളാണ് 25 ഇടങ്ങളിലാണ് വെട്ടിമാറ്റിയിരിക്കുന്നത്. ഏകദേശം 2 മിനിറ്റും 8 സെക്കൻഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും സംഘപരിവാറിനെ വിമർശിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത ചില ഭാഗങ്ങളാണ് മാറ്റിയിരിക്കുന്നത്. അതിൽ സുരേഷ് ഗോപി MP-യുടെ പേരുൾപ്പെടെ നന്ദിക്കാടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് മാറ്റിയതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും എമ്പുരാൻ ഇപ്പോഴും പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ എമ്പുരാൻ ഇടം നേടിയെന്ന് നിസ്സംശയം പറയാൻ കഴിയും. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. എമ്പുരാൻ വിവാദത്തിൽ പ്രതികരണവുമായി KCBC വക്താവ് തോമസ് തറയിൽ ന്യൂസ് 18-ൽ വന്നു. അദ്ദേഹം പറയുന്നത് സിനിമയെ സിനിമയായി കാണണമെന്നാണ്. സിനിമയിൽ ഒരു വിമർശനം ഉണ്ടായാൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഇല്ലാതാകുന്നില്ലെന്നും സിനിമ ബഹിഷ്കരിക്കണമെന്ന നിലപാടില്ലെന്നും തോമസ് തറയിൽ പറഞ്ഞു. സിനിമ എന്ന് പറയുന്നത് ഒരു വിനോദ ഉപാധിയാണ്. അത് വാസ്തവത്തിൽ അങ്ങനെ തന്നെ കാണണം. സിനിമയെ സിനിമയായിട്ട് കാണുക, വിനോദത്തിന് വിനോദമായിട്ട് കാണുക. പക്ഷേ സിനിമയ്ക്ക് സന്ദേശങ്ങൾ നൽകുവാനുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് ക്രിസ്തു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെയോ ഇസ്ലാം മതത്തിൻ്റെയോ ഏത് മതത്തിൻ്റെ ആയിക്കോട്ടെ ആ മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളൊന്നും ഇല്ലാതെ ആവുന്നില്ല. ഇതാരെങ്കിലും കുറച്ച് പേര് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു പറയുന്നു എന്ന് വിചാരിച്ചിട്ടൊന്നും നമ്മളുടെ നിലപാടുകളിൽ ഒരു ഉറപ്പുള്ള വിശ്വാസികൾക്ക് നിലപാടുകളിൽ ഒരു മാറ്റവും ഉണ്ടാകത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് സിനിമ കാണണോ കാണണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.